നല്ല പടമാണ്. മനുഷ്യൻ്റെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതും ഇനി ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമാണ്. വക്കീലായിട്ട് തകർത്തിട്ടുണ്ട്. ഒരു കോർട്ട് റൂം മാത്രമല്ല വരുന്നത്. അല്ല, അത്ര മാത്രമല്ല വരുന്നത്. കോർട്ട് റൂം ഒരു സുരേഷ് ഗോപി പടമല്ല അല്ലേ, ഒരു ക്ലാസ് പടം പോലെയാണ്. ഒരു സ്റ്റാൻഡേർഡ് സിനിമ. നമസ്കാരം, പോപ്പിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെ വിവാദങ്ങൾക്ക് ശേഷം ജാനകി, അങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പ്രശ്നമാണ്. JSK സുരേഷ് ഗോപിയുടെ JSK ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിന്താമണി കൊലക്കേസിന് ശേഷം സുരേഷ് ഗോപി ഒരു വക്കീൽ വേഷത്തിലെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രം. അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. ചിത്രത്തിന് ആദ്യം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാൻ സുരേഷ് ഗോപിയുടെ ഒരു തിരിച്ചറിവാണ്. തീർച്ചയായിട്ടും നല്ല പടമാണ്. ഏറെ വിവാദങ്ങളുണ്ടായല്ലോ. വിവാദങ്ങളൊന്നുമില്ല, പേരിലുണ്ടായ വിവാദം മാത്രമേ ഉള്ളൂ. പേരിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു. വിവാദമാണ്. നല്ല പടമാണ്. അത് മനുഷ്യൻ്റെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതും ഇനി ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമാണ്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് സുരേഷ് ഗോപി? എങ്ങനെയുണ്ട്? വക്കീലായിട്ട് തകർത്തിട്ടുണ്ട്. സുരേഷ് ഗോപി ഇന്നത്തെ ഒരു പിന്നെ ആദ്യം ആയതുകൊണ്ട് ഇല്ല, ഈ പ്രശ്നം ആയതുകൊണ്ട് അങ്ങനെ ആൾക്കും അറിയാം. പക്ഷെ പടം നല്ല വിവാദം പേരിൽ മാത്രമുള്ള നല്ലതായിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്? നല്ല സൂപ്പറായിട്ടുണ്ട്. സുരേഷ് ഗോപി അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്ന ആക്ഷൻ എല്ലാം ഉണ്ട്. നല്ല എല്ലാം ഉൾപ്പെടും. കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പേരിൽ, അത് സിനിമയായിട്ട് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ബാധിക്കാനുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടില്ല. എന്ത് പൊളിറ്റിക്സ് ആണോ പടത്തിൽ പറയുന്നത്? കുറച്ച് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അത്യാവശ്യം നല്ല സിനിമ, മോശമാണെന്ന് പറയാനൊക്കത്തില്ല. ഫാമിലിക്ക് കാണാൻ പറ്റിയ ചിന്താമണി കൊലക്കേസിലെ വക്കീൽ വേഷം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കോർട്ട് റൂം മാത്രമല്ല വരുന്നത്. അല്ല, അത്ര മാത്രമല്ല വരുന്നത്. കോർട്ട് റൂം ഒരു സുരേഷ് ഗോപി പടമല്ല അല്ലേ, ഒരു ക്ലാസ് പടം പോലെയാണ്. ഒരു സ്റ്റാൻഡേർഡ് സിനിമ. നമുക്ക് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ആക്ഷനൊക്കെ ഇതിലുണ്ടോ? ആക്ഷനൊക്കെ വളരെ കുറവാണ്. ആക്ഷൻ അല്ല, സ്റ്റോറിയാണ് മെയിനായിട്ട് നോക്കുന്നത്. മറ്റ് കുറേ പുതിയ താരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും അങ്ങനെ മോശമായിട്ടുള്ളൊരു ഇതല്ല. പിന്നെ ആസിഫ് അലി നല്ല വേഷം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ അനുജൻ സുരേഷ് ഗോപിയുടെ മോൻ കുറച്ച് ആളുടെ കഥാപാത്രം കുഴപ്പമില്ല. ഓക്കെ എന്ന് പറയാം. അത്രേ ഉള്ളൂ. അത് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് റെഡിയായില്ല. മറ്റു നടി എങ്ങനെയുണ്ടോ? മറ്റേ അനുപമ പരമേശ്വരൻ നല്ല ആക്ടിങ്. ഹീറോയിൻ എന്ന് പറയാനൊക്കത്തില്ല. അതിനൊരു വ്യക്തിമായിട്ട് ചെയ്യുന്നത്രേ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. അത്യാവശ്യം എല്ലാവരും കാണാം. കുറേ നാൾക്ക് ശേഷം സുരേഷ് ഗോപി പറയാൻ പറ്റും. കുഴപ്പമില്ല, അത്യാവശ്യം തീർച്ചയായും. താങ്ക് യു. പേരിൽ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇത് ബാധിച്ചിട്ടില്ല. അതോടെ യാതൊരു ബന്ധവുമില്ല. എങ്ങനെ കഥ പൊളിറ്റിക്സ് ആണോ പറയുന്നത്? പൊളിറ്റിക്സ് ഉണ്ട്, അനാവശ്യമായ ചില വാക്കുകളുണ്ട്, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും കുഴപ്പമില്ല. കുടുംബമായിട്ടൊക്കെ കാണാൻ പറ്റുമോ? കുടുംബമായിട്ടൊക്കെ കാണാം. നല്ലൊരു മെസ്സേജാണ്. ഒരു മെസ്സേജ് പറയുന്നുണ്ടല്ലേ, ഇന്നത്തെ തലമുറയോടുള്ള മെസ്സേജാണ്. തീർച്ചയായും സ്ത്രീകൾ അറിയണം, നമ്മുടെ സമൂഹം അറിയേണ്ട കാര്യങ്ങളുണ്ട്. സുരേഷ് ഗോപി എങ്ങനെയുണ്ട്? സുരേഷ് ഗോപിക്ക് ഒരു വക്കീൽ അതിനപ്പുറം വലിയ പ്രാധാന്യമൊന്നുമില്ല. അതും മറ്റേ ഒരു മാസ്, അതും തട്ടുപൊളിപ്പനല്ല. സുരേഷ് ഗോപിയുടെ ഒരു പെർഫോമൻസ് അതിനകത്ത് കിട്ടിയിട്ടില്ല. നമ്മുടെ പഴയ നമ്മൾ പ്രതീക്ഷിച്ച അതല്ല. പിന്നെ സുരേഷ് ഗോപി കൊള്ളാം. വക്കീലായിട്ട് അദ്ദേഹം പെർഫോമൻസ് നല്ല. തീർച്ചയായും. അപ്പം JSK എന്ന മൂവി നിങ്ങൾ കണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.